ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കി, ഏത്തയ്ക്ക പുഴുങ്ങി, അതൊക്കെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ കടയിൽ പോയപ്പോൾ നമ്മൾ കുറേ ഏത്തയ്ക്ക വാങ്ങിച്ചേ. കുറേ ഏത്തയ്ക്ക വാങ്ങിച്ചായിരുന്നു പുഴുങ്ങാനും പിന്നെ നമുക്ക് നമ്മുടെ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാനുമായിട്ട്. ഇത് ഫിഷ് കറി ഉണ്ടാക്കിയത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ചട്ടിയിൽ നിന്ന് ബോക്സിലേക്ക് മാറ്റി. പിന്നെ ഇവിടെ അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി. ഇവിടെ നമ്മൾ അപ്പം ഉണ്ടാക്കിയേ, കുറച്ച് അപ്പം ഉണ്ടായിട്ടിരിക്കുന്നു. കഴിച്ചതിൻ്റെ ബാക്കി കുഞ്ഞിക്കപ്പം, കുഞ്ഞപ്പം, ടേസ്റ്റി നല്ല അപ്പം. പിന്നെ നമ്മുടെ ഏത്തയ്ക്ക പുഴുങ്ങിയെല്ലാം നമ്മൾ കഴിച്ച് തീർത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മളൊരു കോളിഫ്ലവർ തോരൻ വെക്കാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി കോളിഫ്ലവർ നമ്മൾ എല്ലാം പൊട്ടിച്ച് അതിനെ നമ്മൾ പീസുകളാക്കി അടർത്തിയെടുത്ത് തന്നെ മഞ്ഞൾ വെള്ളത്തിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്. ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ അവലോസുണ്ട, ചിപ്സ്, നമ്മുടെ ഉപ്പേരി, ഏത്തയ്ക്കയുടെ ചിപ്സ് ഉണ്ട്, ചക്ക വറുത്തമുണ്ട്, ചുരുട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ പോയപ്പോൾ കുറച്ച് ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ഇത് ഇന്നലെ വാൾമാർട്ടിൽ പോയപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു. അവിടെ നിന്ന് ഒരു ഷുഗർ കെയിൻ പോലത്തെ ഒരു സാധനം. പിന്നെ നമ്മുടെ കേക്ക്, എലൈറ്റിൻ്റെ കേക്ക് ഇരിപ്പുണ്ട്. അതിനെല്ലാം കൂടി ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി, ഈ ടേബിളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇവിടെ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ക്യാൻഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. മിൻറ്റ് ക്യാൻഡി ഉണ്ട്. പിന്നെ നമ്മുടെ ഹർഷീസിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാക്കാടി വന്നിരിക്കുകയാണ്. നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് കോവയ്ക്ക പറിക്കണം. അമ്മ ഇവിടെയുണ്ട്. അമ്മയും ബൈക്കാടിൽ ഇറങ്ങിയിരിക്കുകയാണ്. അമ്മയ്ക്ക് അമേരിക്ക വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ നല്ല ചൂട്. അമ്മ പറഞ്ഞു ഇന്ന് ഇച്ചിരി ചൂടിന് കുറവുള്ളത്. ഇന്നൊരു മൂടല്ല, ഇച്ചിരി ഡ്രോപ്പ് മഴവെള്ളം വീഴുന്നില്ല. മഴ പെയ്യുമായിരിക്കും. മഴ പെയ്യുന്നുണ്ട്. ഞാൻ വെതറിനകത്ത് കണ്ടായിരുന്നു, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കോവയ്ക്ക പറിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ മീൻചട്ടി കഴുകി ഉണങ്ങാൻ വേണ്ടി ചേച്ചി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉണങ്ങി ഓൾറെഡി. അപ്പോൾ നമ്മുടെ കുറ്റിപ്പൂവലൊക്കെ പൂവായി നിൽപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ട്. നമ്മുടെ മരങ്ങളെല്ലാം വെട്ടിയോണ്ട് നമ്മുടെ പച്ചക്കറിക്കൊക്കെ നല്ല വെയിൽ കിട്ടും. പിന്നെ അവരെൻ്റെ പന്തലെല്ലാം നിരപ്പാക്കി പൂച്ച വരാൻ വേണ്ടി വെച്ച സാധനമൊക്കെ അവന്മാർ മരം വെട്ടി നടന്നുമൊക്കെ കുറേ പോയി. അതെല്ലാം ഒന്ന് റീഫിക്സ് ചെയ്യണം. അപ്പം മരം വെട്ടിയോണ്ട് തന്നെ നല്ല വെയിലുണ്ട്. നമുക്ക് കോവയ്ക്ക പറിക്കാം. ബാ. അപ്പോൾ കോവയ്ക്ക പറിക്കാനായിട്ട് പോവുകയാണ്. 3-4 ദിവസമായി കോവയ്ക്ക പറിച്ചിട്ട്. എന്നും അവിടെ ഇവിടെയൊക്കെ പോകും. ജോലി കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയാവും. പിന്നെ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് പാർക്കിൽ നടക്കാൻ പോകും. അപ്പോൾ രാത്രിയായി. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ സമയം വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് പോകുമായിരുന്നു. അപ്പോൾ കോവയ്ക്ക എല്ലാം ഇവിടെ കിടക്കുകയാണ്. നമുക്കൊന്ന് പറിക്കാം. ആ കവറിനകത്ത് പറിച്ചാലും മതി, അല്ലേ? നമ്മുടെ ആ റെഡ് പാത്രമില്ലേ? അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് കോവയ്ക്ക പറിക്കാൻ പോവാണ്. നമ്മളിവിടെ കോവയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല അരി ഇത്രയും കോവയ്ക്ക കിട്ടി. നല്ലൊരു കറിക്കുള്ള കോവയ്ക്ക കിട്ടി. പിന്നെ നമുക്ക് നിത്യവഴുതന ചെറുതായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. 2-3 ഒക്കെ വെച്ച് ഉണ്ടാകുന്നുണ്ട്. വേണ്ട അതിന് കിട്ടിയത് ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ഇടാം. പിന്നെ മുളക് കിട്ടിയായിരുന്നു. നമുക്ക് മുളക് കിട്ടി. കോവയ്ക്ക പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷേ ഇത് മുളകാണ്. നമുക്ക് മുളക് കിട്ടി.
ഇവിടെ മുളക് കിട്ടി. രണ്ട് മൂന്ന് മുളക് കിട്ടി. കണ്ടൊക്കെ ഇട്ടു. ഇത് നമ്മൾ കടയിൽ പോയി പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ നമുക്ക് പീച്ച്, ആപ്പിൾ, ഓറഞ്ച്. നമുക്ക് പഴം. ഇവിടെ നമുക്ക് ഗ്രേപ്സ് ഉണ്ട്. നമ്മളെല്ലാം വാങ്ങിച്ചായിരുന്നു പോയപ്പോൾ. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടാൻ പോവുകയാണേ. നമ്മൾ കടയിൽ നിന്ന് നല്ല തേങ്ങ വാങ്ങിച്ചായിരുന്നു. ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഹോൾ തേങ്ങ വാങ്ങിക്കാറുണ്ട്. നമ്മൾ ചിരണ്ടേത് വാങ്ങിച്ചാലും ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ വാങ്ങിക്കും. അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിരവയാണേ. നമ്മൾ ഈ ടേബിളൊക്കെയാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്തു. പാത്രം വെക്കാനായിട്ട് കണ്ടോ, നമ്മുടെ പ്ലേറ്റ് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു കല്ല് നമുക്ക് കിട്ടിയേ. ആ കല്ല് നല്ല പരുവത്തിനൊരു കല്ല് കിട്ടി. അതെൻ്റെ ഹസ്ബൻഡ് ഫിറ്റ് ചെയ്ത് വെച്ചാണ്. നമ്മളപ്പോൾ ഇങ്ങനെ മൂടി വെക്കും. ഇതുകൊണ്ട് നമ്മൾ പുറത്താണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ അകത്ത് നമ്മൾ വെക്കുന്നില്ല. ഇതിൻ്റെ സ്റ്റിക്കർ എടുക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ കോക്കനട്ട് ചിരണ്ടാൻ പോവുകയാണ്. നല്ല ഷാർപ്പാണ്, പുതിയതായതുകൊണ്ട് തന്നെ. ഞാൻ എക്സ്ട്രാ ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേര് നാക്കെന്നാണ്, എക്സ്ട്രാ നാക്ക്. അപ്പം ഞാൻ നമ്മുടെ കോട്ടയത്തിൽ നിന്ന് ഷായിൽ നിന്ന് വാങ്ങിച്ചതാണ്. അല്ല, ആർക്കെങ്കിലും ഇനി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷായിൽ ഇത് അവൈലബിളാണ്, നമ്മുടെ കോട്ടയം ഷാ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ പോകുന്നില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു ഇതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ തേണ്ടായാലും ഇന്നത് ഇളകിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നല്ല ഷാർപ്പാണ് ഇതിൻ്റെ മുള്ള്. ഞാനൊരു എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഷാർപ്പ്നെസ് പോകുമ്പോൾ ഇത് കളഞ്ഞിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പം എനിക്കിങ്ങനെ ഇരുന്ന് ചിരണ്ടുന്ന ചിരവയുണ്ട് മമ്മിയുടെ പണ്ടത്തെ. ചുമ്മാതെ മമ്മി ഇവിടെ നിന്ന് കണ്ടപ്പോൾ മേടിച്ചതാണ്. നമ്മുടെ നൊസ്റ്റാൾജിക്ക് മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ കാണുന്ന നമുക്കൊരു നൊസ്റ്റാൾജി അല്ലേ. അപ്പം അത് നമുക്കുണ്ട് കയ്യിൽ. ഞാനത് ഇടയ്ക്ക് ചിരണ്ട് നോക്കണം. പക്ഷേ ഇരുന്ന് നമുക്ക് ചിരണ്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ ഇതേ കൂടെ കോക്കനട്ട് അങ്ങോട്ട് ചിരണ്ടാം. അമ്മ ചിരണ്ടാനൊക്കത്തില്ല. അമ്മ പറയും അമ്മ ചിരണ്ടാവുന്നു. അമ്മ ചിരണ്ടാൻ ചിലപ്പോൾ അമ്മയുടെ കയ്യെ മുട്ടും. ഭയങ്കര ഷാർപ്പായത്. കഴുകണോ? എനിക്ക് തരണം. അമ്മ കോക്കനട്ട് തരണം, അമ്മ ചിരണ്ടും. ഞാൻ ചിരണ്ടാൻ പോയി, അമ്മയ്ക്ക് അറിയത്തില്ല. ഞാൻ ചിരണ്ടാ, നിങ്ങളുടെ ഉണ്ടോ? തേങ്ങ നോക്കിയിരിക്കുക. ഞാൻ ചിരണ്ട. നമ്മളിവിടെ കോളിഫ്ലവർ തോരനുണ്ടാക്കി. പിന്നെ നമ്മുടെ തന്നെ കോവയ്ക്ക തോരനുണ്ടാക്കി. ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. പിന്നെ നമുക്ക് നേരത്തെ കുറേ നമ്മുടെ പച്ചടിയുണ്ട്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെയുണ്ട്. പിന്നെ ഫിഷ് കറി, പിന്നെ കിങ് ഫിഷിന് നല്ല അടിപൊളി കറി. ഇതെല്ലാം കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു അടുത്തൊരു വീട് സെയിലിനിട്ടിട്ടുണ്ട്. അത് ചുമ്മാ നോക്കാൻ പോവാണ്. നമുക്ക് അങ്ങോട്ട് പോകാം ഇനി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.